പ്രിയരെ, ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ വെളുപ്പിന് ഞങ്ങൾ കോഴിക്കോട് എത്തുകയും അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ കോഴിക്കോട് കളക്ടറേറ്റിൽ കയറി അവിടുന്ന് നേരെ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ടീമായി കടന്നു പോകുകയാണ്. ഏറെ ദുഃഖം അനുഭവിക്കുന്ന, ഇപ്പോഴും ഉറ്റവരെയും ഉടവരെയും കാണാത്ത നിരവധി ആളുകൾ അവിടെ സങ്കടത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കടന്നു പോകുന്നത്. നമ്മുടെ കൂടെ ആവശ്യമുള്ള മെഡിസിൻസ്, അവർക്ക് ആവശ്യമുള്ള ആഹാരം, അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, ലോഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ടീമായിട്ട് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററും എലോഹിം ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് ഈ അതിദാരുണമായ സംഭവത്തിൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വമായി നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ വയനാട് ചുരം കയറി പോകുകയാണ്. രണ്ടാം ചുരത്തിന് മുകളിലൂടെ രണ്ടാം ചുരം കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. നമ്മുടെ മെഡിസിനും ബാക്കി വസ്തുക്കളും വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനമാണ്. നമ്മളിപ്പോൾ ചുരം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഏറെ കോടമഞ്ഞും അങ്ങനെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം അവഗണിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ രാവിലെ അതിതീവ്ര മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം മഴയ്ക്ക് ഒരു ശമനമുണ്ട്. നമ്മൾ സെൻറ്റ് ജോസഫ് സ്കൂൾ കൽപ്പറ്റയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ കളക്ടറും മറ്റ് ആളുകളുമൊക്കെ അവിടെ ഉണ്ട്. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കടന്നു പോകും. അങ്ങനെയാണ് നമ്മൾ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് നന്ദി പറയുന്നു. പ്രിയരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആളുകൾ ഇപ്പോൾ നമ്മോട് കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ വരെ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അനിത മാഡമുണ്ട്. ഡെപ്യൂട്ടി കളക്ടറാണ്. നമ്മൾ മെഡിസിൻ, നമ്മുടെ കയ്യിലുള്ള മെഡിസിൻ മാക്സിമം എല്ലാം നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് പോകത്തക്ക പോലെയാണ്. മാഡം, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കും. ഒരു വല്ലാത്ത സങ്കടമാണ്. അങ്ങോട്ട് പോകല്ലേ? ശരി, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിസിൻ കൊടുത്തിട്ടുണ്ട്.